ആശുപത്രികളിൽ ചികിത്സ വൈകിപ്പിച്ചെന്ന ഗുരുതര ആരോപണവുമായി മലപ്പുറത്ത് പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയേറ്റ് മരിച്ച കുട്ടിയുടെ കുടുംബം. കുട്ടിയുടെ ദേഹത്ത് ഗുരുതര മുറിവുകൾ ഉണ്ടായിട്ടും അനാസ്ഥ കാണിച്ചെന്നാണ് ആരോപണം. പേവിഷബാധ സ്ഥിരീകരിച്ച് തിരുവനന്തപുരത്ത് ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനിലയും ഗുരുതരമായി തുടരുകയാണ്. മുറിവേറ്റ ശരീരഭാഗവും മുറിവിന്റെ ആഴവും ഉടനടി സ്വീകരിച്ച നടപടികളും വൈറസ് ബാധ തടയുന്നതിൽ നിർണായകമാണ് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. പേവിഷബാധയേറ്റ് മരിച്ച മലപ്പുറം പെരുവള്ളൂരിലെ 5.5 വയസ്സുകാരി സിയയുടെ കുടുംബമാണ് ആശുപത്രികൾക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. പട്ടിയുടെ കടിയേറ്റ് അരമണിക്കൂറിനകം കുട്ടിയെ എത്തിച്ച തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് കൊണ്ടുപോയ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും അനാസ്ഥയുണ്ടായി എന്നാണ് കുടുംബം പറയുന്നത്. 6 ദിവസത്തോളം കുട്ടി IC കിടന്ന് അവിടുന്ന് ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ കുട്ടീനെ കിട്ടാൻ ഉറപ്പില്ല, നിങ്ങളിഞ്ഞ് പഠിച്ചവനോട് ദൈവത്തിനോട് പറഞ്ഞോളി, അങ്ങനത്തെ ഒരു വാക്കാണ് അവിടുന്ന് നമുക്ക് തന്നിട്ടുള്ളൂ. സമാധാനപ്പെടുത്തുന്ന ഒരു വാക്കോ അവിടുന്ന് ഡോക്ടർമാരും തന്നിട്ടില്ല. ഒരു അരമണിക്കൂർ ഏകദേശം അവിടെ താലൂക്ക് നിന്നിട്ടുള്ളൂ. അതിനുശേഷം മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങളോട് ചോദിച്ചു, ആംബുലൻസ് ആണോ കാറാണോ വെച്ച്. അങ്ങനെ കാറാണ് പറഞ്ഞത്. അങ്ങനെ കാറിലേക്ക് കയറ്റി ഏകദേശം അരമണിക്കൂറിൻ്റെ ഉള്ളിൽ മെഡിക്കൽ കോളേജിൽ എത്തിയിരിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ അങ്ങോട്ട് എത്തിയതിൻ്റെ ശേഷം അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് തരാൻ ഒരു അരമണിക്കൂർ ടൈം എടുത്തിക്കണമല്ലേ. കുട്ടീനെ പെട്ടെന്ന് കയറ്റിയിട്ടില്ല. കുട്ടിക്ക് ചികിത്സ നൽകിയതിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കി. തലയിൽ കടിയേറ്റാൽ വൈറസ് വ്യാപന സാധ്യത കൂടുതലാണെന്നും വിശദീകരണം. ഇത് ക്ലാസ് 3 ബൈറ്റാണ്. ക്ലാസ് 3 ബൈറ്റ് ഒന്നും തന്നെയും നമ്മൾ ക്ലോസ് ചെയ്യാറില്ല. അത് അതിൻ്റെ പ്രോട്ടോകോൾ പ്രകാരമാണ് ചികിത്സ നൽകിയിട്ടുള്ളത്. പിന്നെ കാലതാമസം വന്നത് ഇപ്പോൾ ഒരു ദിവസം മുതൽ 3 മാസം വരെയാണ് അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരു റേബീസിൻ്റെ. അപ്പോൾ ഇത് ആദ്യം കടിക്കുമ്പോൾ തന്നെ അത് ആഴത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, ആ നെർവ് എൻഡിങ്ങിലോട്ട് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതും പ്രത്യേകിച്ച് തലഭാഗമാണെങ്കിൽ എത്രയും പെട്ടെന്ന് വൈറസ് അങ്ങ് സ്പ്രെഡ് ചെയ്യും. പേവിഷബാധയ്ക്കെതിരായ റാബീസ് പ്രതിരോധ വാക്സിന്റെ ഫലപ്രാപ്തിയിൽ സംശയിക്കേണ്ടതില്ലെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. മുറിവേറ്റ ശരീരഭാഗം, മുറിവിന്റെ ആഴം, മുറിവ് കഴുകലടക്കം ആദ്യഘട്ടത്തിൽ സ്വീകരിച്ച നടപടികളിലെ അപാകതകൾ തുടങ്ങിയവ രോഗബാധയ്ക്ക് കാരണമാകും. അപ്പോൾ ഈ കൃത്യമായിട്ട് ഈ മുറിവ് കഴുകലും അണുനശീകരണവും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ആശുപത്രിയിൽ പോയി ഈ പറയുന്ന ഇമ്മ്യൂണോഗ്ലോബുലിന് ആവശ്യമുള്ള, അപ്പം മെജോറിറ്റി നമുക്ക് 90% കൂടുതൽ മുറിവുകളിലും ഇമ്മ്യൂണോഗ്ലോബുലിൻ മരുന്ന് ആവശ്യമുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് താമസം കൂടാതെ ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുക്കുക എന്നുള്ളതും. 2, മൂന്നാമത്തേത് ഈ പറയുന്ന വാക്സിൻ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഈ ഷെഡ്യൂൾ കൃത്യമായിട്ട്, അപ്പം ചിലപ്പോഴെങ്കിലും ഈ നമ്മൾ 0, 3, 7, 28 എന്ന് പറഞ്ഞ 4 ദിവസങ്ങളിലായിട്ടാണ് ഈ ഒരു IDRV വാക്സിൻ എടുക്കുന്നത്. അപ്പോൾ ചിലരെങ്കിലും ഇത് തെറ്റിച്ച് വളരെ താമസിച്ചിട്ടൊക്കെ വന്ന് എടുക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷെഡ്യൂൾ കൃത്യമായിട്ട് പാലിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ചികിത്സയിലുള്ള കൊല്ലം സ്വദേശിയായ കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.